നമ്മുടെ എല്ലാവരും ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ഉറക്കം. ഉറക്കം എന്ന് പറയുന്ന ഒരു ലൈഫ് സേവിങ് ഡ്രഗായിട്ട് തന്നെ വിശേഷിപ്പിക്കാം. കാരണം നന്നായി ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു സന്തോഷവും അതുപോലെ തന്നെ ഒരു ഉന്മേഷവും നമുക്ക് കിട്ടുന്നതാണ്. ഈ ഉന്മേഷം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും റെസ്റ്റ് കിട്ടുമ്പം തന്നെ ശരീരത്തിലെ മെറ്റബോളിസവും അതുപോലെ തന്നെ അതിൻ്റെ ഇമ്മ്യൂണൈസേഷൻ, അതായത് ഇമ്മ്യൂണിറ്റി, ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഈ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിലെ ഹോർമോണിൻ്റെ ലെവലുകളും എല്ലാം കൃത്യമായി ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം കൃത്യമായി നടക്കാനും ഉറക്കം വളരെയധികം സഹായിക്കും. കുഞ്ഞുകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന സമയം എന്ന് പറയുന്നത് ഒരു 4-5 അല്ലെങ്കിൽ ഒരു 12 വയസ്സ് വരെയാണ്. കുഞ്ഞ് പ്രായത്തിൽ ജനിച്ച ഉടനെ തന്നെ മിനിമം ഒരു 16 തൊട്ട് 18 മണിക്കൂർ വരെ കുഞ്ഞുങ്ങൾ ഉറങ്ങാറുണ്ട്. പ്രായം കൂടുന്തോറും ഉറക്കത്തിൻ്റെ കാഠിന്യം, അതായത് ഉറക്കത്തിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞു വരുന്നതും നാം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം ഉറക്കം എന്ന് പറയുന്നത് ഒരു അവിഭാജ്യ ഘടകം എന്ന് ഞാൻ മുന്നേ പറഞ്ഞു. പക്ഷേ നാം അറിയാതെ തന്നെ നമ്മൾ പലരുടെയും ഉറക്കം കെടുത്താറുമുണ്ട്. കാരണം നമ്മൾ ഒരു റെസ്റ്റ് ഫേസിലേക്ക് പോകുമ്പോൾ, ശരീരവും മനസ്സും എല്ലാം ഒരു റെസ്റ്റ് ഫേസിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മസിലുകളെല്ലാം റിലാക്സ്ഡ് ആവുകയും തന്മൂലം നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ആ റിലാക്സ്ഡ് ആയിട്ടുള്ള മസിൽസിൻ്റെ ഇടയിലൂടെ എയർ അകത്തേക്ക് പോകുമ്പോൾ അത് ഒരു സ്നോറിങ് അല്ലെങ്കിൽ കൂർക്കം വലി പോലെ തന്നെ ഒരു ശബ്ദമുണ്ടാക്കി തൊട്ടടുത്ത് കിടക്കുന്നവർക്കും ഒരു സോഷ്യലൈസേഷൻ ഡിസ്റ്റർബൻസ് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കാറുണ്ട്. ഈ കൂർക്കം വലി ഉറക്കത്തെ സാരമായി ബാധിക്കാറുമുണ്ട്. അപ്പോൾ കൂർക്കം വലി കുറയ്ക്കുവാനും ആ കൂർക്കം വലി എങ്ങനെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ലീപ്പ് സ്റ്റഡി നടത്തേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. ഒരു പൾമനോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ENT സർജനെയോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെയോ കണ്ട് നമ്മൾ കൃത്യമായി നമ്മുടെ ഉറക്കം എങ്ങനെയാണ് ഡിസ്റ്റർബ്ഡ് ആവുന്നതെന്നും അതുമൂലം നമുക്കൊരു സ്ലീപ്പ് സ്റ്റഡി നടത്തി അല്ലെങ്കിൽ ഒരു സ്ലീപ്പ് ലാബിൽ പോയി കൃത്യമായി കൂർക്കം വലി എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതും വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. മുന്നേ പറഞ്ഞതുപോലെ തന്നെ കൂർക്കം വലിക്ക് പല കാരണങ്ങളാണ്. അതിനകത്ത് ഒരു കാരണം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത്, അതായത് നേസൽ അല്ലെങ്കിൽ തൊണ്ടയിലെ ഒബ്സ്ട്രക്ഷൻ. പലപ്പോഴും തടിയൊക്കെ കൂടിയ ആൾക്കാർക്കും ലൈഫ് സ്റ്റൈൽ ഡിസീസസും സ്ട്രെസ്സും എല്ലാം ഈ കൂർക്കം വലി അല്ലെങ്കിൽ സ്നോറിങ്ങിന് കാരണമാകാറുണ്ട്. ഇതിൻ്റെ കൃത്യമായ ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വായ്ക്കകത്തെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് തന്നെയാണ് ഇതിനകത്ത്. അതായത് നമ്മൾ ശ്വസിക്കുമ്പം കൃത്യമായി ഓക്സിജൻ നമ്മുടെ ബ്രെയിനിലോട്ട് ചെല്ലാതെ നമ്മുടെ സ്ലീപ്പ് ഒരു ഡിപ്രിവിയേഷൻ അല്ലെങ്കിൽ ആപ്നിയ എന്ന് പറയും. അതായത് ഉറക്കം കൃത്യമായി നടക്കാതെ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പം ക്ഷീണം, തലവേദന, വായ്ക്കകത്ത് ഡ്രൈനെസ്, ഇതെല്ലാം നമുക്ക് ഈ പറയുന്ന പോലെ ഒബ്സ്ട്രക്ഷൻ കാരണം വരുന്നതാണ്. അപ്പം ഇതിന് ലഘുകരമായി ഡെന്റിസ്ട്രിയിൽ തന്നെ ഇപ്പം ഈ പറഞ്ഞതുപോലെ സ്ലീപ്പ് സ്റ്റഡി നടത്തി കൃത്യമായി സ്നോറിങ് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ കൂർക്കം വലി എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു CPAP മെഷീൻ്റെയോ അല്ലെങ്കിൽ ഒരു സർജറിയുടെയോ ആവശ്യമില്ലാതെ തന്നെ ഡിജിറ്റലായിട്ട് വായുടെ ഒരു അളവെടുത്ത് നമുക്ക് ഒരു ഇൻട്രാ ഓറൽ ഡിവൈസ് കസ്റ്റമൈസ് ചെയ്ത്, അതായത് ഓരോരുത്തരുടെയും വായുടെ അളവിന് തന്നെ കസ്റ്റമൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കൂർക്കം വലി ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഒഴിവാക്കാൻ പറ്റും. ആ ഡിവൈസിൻ്റെ പേരാണ് ഡ്രീം വെന്റ് പ്രോ. അത് ബേസിക്കലി നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ഡെന്റിസ്റ്റിനെ, ഒരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സ്ലീപ്പ് സ്പെഷ്യലിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർ ഈ പറയുന്ന CPAP മെഷീൻ ഒരു സർജറി അഡ്വൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഡിജിറ്റലായിട്ട് തന്നെ വായുടെ ഒരു അളവെടുത്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് മെഡിക്കൽ ഗ്രേഡ് നൈലോണിൽ 3D പ്രിന്റ് ചെയ്തെടുക്കുന്ന ഒരു ഡിവൈസാണ് ഡ്രീം വെന്റ് പ്രോ എന്ന് പറയുന്നത്. അത് ഇപ്പം ഞാനിപ്പോൾ 1-2 കേസുകൾ ചെയ്തിട്ടുമുണ്ട്. എൻ്റെ സ്വന്തം ഫാദർ തന്നെയാണ് എൻ്റെ ആദ്യത്തെ കേസ്. അപ്പം അതിൽ നല്ലൊരു വ്യത്യാസം, അതായത് പ്രത്യേകിച്ച് കൂർക്കം വലിയിലും ക്വാളിറ്റി ഓഫ് സ്ലീപ്പിലും നല്ലൊരു വ്യത്യാസം എൻ്റെ ഫാദർ തന്നെ പറഞ്ഞ് എനിക്ക് നല്ലൊരു പോസിറ്റീവ് അഭിപ്രായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഡെന്റിസ്റ്റിനെ സമീപിക്കുക. കൂർക്കം വലി ഒരു പ്രശ്നമല്ലാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് അതിനെ മാറ്റാൻ പറ്റുന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ കൂർക്കം വലി എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കൃത്യമായി ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ട് സ്ലീപ്പ് സ്റ്റഡി നടത്തി അതിനുശേഷം മാത്രമാണ് നിങ്ങൾ ഒരു ഡെന്റിസ്റ്റിനെ കാണേണ്ടത്. താങ്ക് യു.